എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഇവർ ഈ പണം വാങ്ങണം. ദാ വാങ്ങ്. അഷിത, മതിയാക്ക്, നിർത്ത്. പ്രശ്നം വെറുതെ വലുതാക്കരുത്. നിങ്ങളിപ്പോ ഇത് വാങ്ങുന്നുണ്ടോ ഇല്ലയോ? ഓക്കെ, ശരി, സമ്മതിച്ചു. അതുപോലെ ഞാനും ഒരാവശ്യത്തിന് പണം എടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ നിന്റെ ഇഷ്ടം മാത്രം നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ പറ്റില്ല. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കണക്കുണ്ട്. അത് നോക്കിയാ അഷി ഇവിടെ ഓരോരുത്തർ ചെലവാക്കുന്നത്. അതെ, ഇപ്പോഴും പൂർണിമ അനുസരിച്ച് ഞാനും മഹിയേട്ടനും വരെ ഇവിടെ ജീവിക്കുന്നത് അറിയോ? നിങ്ങൾ ഇത്രയും പറയാനും മാത്രം ഞാൻ എന്ത് പാതകോ ചെയ്തേ? 1.5 ലക്ഷം രൂപ ചെലവാക്കി. അത് ഞാൻ എന്റെ വീട്ടിലൊന്നുമല്ലല്ലോ കൊണ്ടു കൊടുത്തേ. ഈ വീട്ടിലുള്ളവർക്ക് തന്നെയല്ലേ ഗിഫ്റ്റ് വാങ്ങിച്ചത്. അഷി, വേണ്ട, നിർത്ത്. നീ ആരടി എന്നോട് നിർത്താൻ പറയാൻ? ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്നെ ഉപദേശിക്കാൻ നീ വരരുത്. വിട്ടുകള പൂർണിമേ. ഇവിടുത്തെ രീതികൾ അറിയാത്തതുകൊണ്ട് അഷിതയ്ക്കൊരു തെറ്റുപറ്റിപ്പോയതല്ലേ? അതെ അതെ, ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്കുന്നേ. ഞാൻ ആരുടെ അഭിപ്രായം ചോദിച്ചില്ല. അഷിത, ചെയ്തത് തെറ്റ് തന്നെയാണ്. പെട്ടെന്ന് ഇത്രയും കാശും സൗകര്യവും കണ്ടപ്പോ അത് അളവറിയാതെ ചെലവാക്കിയതാ. ഓ, അപ്പൊ അതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ഞാൻ ഇപ്പോഴാണല്ലോ ഇത്രയും പണവും സൗകര്യമൊക്കെ കാണുന്നേ. നിങ്ങള് കാശുകാര്, ഞാൻ ഒന്നുമില്ലാത്തവളാന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നേ? അഷി, നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഇപ്പോഴെനിക്ക് നിങ്ങളെയൊക്കെ ശരിക്കും മനസ്സിലായത്. അഷിതേ, മോൾ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? പൂർണിമ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല. നമ്മുടെ വീട്ടിൽ ആരും ഇങ്ങനെ പണം ചെലവാക്കാറില്ല. അതുകൊണ്ട് ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാനാ പൂർണിമ പറഞ്ഞു തന്നത്. ദേ, ആരും എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. ഞാൻ അത്രയ്ക്ക് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. അഷിതേ, നിർത്ത്. നീ ചെയ്യുന്നതിനെല്ലാം നിസ്സാരമായി അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. നീ ഓവറാക്കാതെ. ഈ വീടിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അത് നീയും പാലിച്ചേ പറ്റൂ. എനിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല. ഒന്ന് ഓർത്തോ, ഞാനേ നിങ്ങളുടെ അടിമയൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ ക്യാഷ് എടുത്ത് ചെലവാക്കിയതല്ലേ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ എടുത്ത പണം നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരും. അഷി, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? പറഞ്ഞ എന്താണെന്ന് നീയും കേട്ടതല്ലേ? എന്നെ അപമാനിച്ചവരുടെ പണം ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. ചേച്ചി, അയ്യോ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് ആർക്കറിയാം. അല്ല, ഏട്ടൻ കഴിക്കുന്നു. വേഗം വാ. അമ്മേ, വാ. എന്താ അഷി? എന്താ? അമ്മ കാശ് കൊണ്ടുവന്നോ? കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കാര്യം? എന്താ അഷി, നീ എന്തിനാ അത്യാവശ്യമായിട്ട് കാശ് വേണമെന്ന് പറഞ്ഞേ? അത്യാവശ്യമാണ്, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ സ്വർണം പണയം വെച്ചിട്ടാ കാശ് റെഡിയാക്കിയത്. നീ കാശ് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ മോളെ. അതൊക്കെ പറയാം. അമ്മ കാശിങ്ങിതാ. വാ. ഞാൻ ചെലവാക്കിയ പൈസ മുഴുവനും ഉണ്ട്. നിങ്ങളിതെപ്പോന്നു? അഷി, നീ എന്തായി കാണിക്കുന്നേ? ഞാൻ ഇവിടുത്തെ പൈസ അനാവശ്യമായിട്ട് ചെലവാക്കിയെന്ന് ചിലർക്ക് പരാതി. അതിന് കാരണവും കണ്ടെത്തി. ഞാൻ കാശില്ലാത്ത കുടുംബത്തിലെ ആയതുകൊണ്ട് പെട്ടെന്ന് ക്യാഷ് കണ്ടപ്പോ ആർത്തിയാണ് പോലും. എന്തിനാ അഷിത ഇങ്ങനെ പ്രശ്നങ്ങൾ വഷളാക്കുന്നേ? കാര്യങ്ങൾ നമുക്ക് സാവകാശം സംസാരിച്ച് തീർക്കാവുന്നതല്ലേ? അങ്ങനെയല്ല ചെറിയച്ച. എനിക്ക് പണമല്ല,
ഈ കുടുംബമാണ് വലുത്. അതിന് എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ കൊടുക്കും. എന്ന് വിവരക്കേട് ഇവിടെ പറയുന്നേ, ഇവളെല്ലാം കൊളാക്കുമല്ലോ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. നമ്മളിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വലിയ പ്രശ്നം. ദാ ചേച്ചി ചോദിച്ച പണം. ഞാൻ നിന്നോട് പണം ചോദിച്ചില്ലല്ലോ അക്ഷിതേ. പിന്നെ നീ എന്തിനാ ഇത്ര വലിയൊരു നാടകം കളിക്കുന്നെ? നാടകം കളിക്കുന്നെന്നോ? ആര്? ഞാനോ? പറയാനുള്ളതെല്ലാം നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നോ? അക്ഷിത മതി, നിർത്ത്. പൂർണിമയോട് ഈ വീട്ടിൽ ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അതെ, ഇത് ഭയങ്കര കഷ്ടമായി പേക്ഷിത്. പക്ഷേ മതി, നിർത്ത്. മൂത്തവരോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. നീ പണം ചോദിച്ചു ഇതിനായിരുന്നെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരില്ലായിരുന്നല്ലോ. അമ്മ എന്തറിഞ്ഞിട്ടാ? ഇവരെന്നെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെ മൊത്തം അപമാനിച്ചേ. അക്ഷിത, വേണ്ട. നിനക്ക് തോന്നുന്നത് പോലെ ഓരോന്ന് വിളിച്ച് പറയരുത്. ഞാൻ പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലേ അല്ല. നീ പൃഥ്വിയോട് പോലും പറയാതെ പണം ചെലവഴിച്ചതിനെയാണ് ഞാൻ തെറ്റാണെന്ന് പറഞ്ഞത്. ഒരു വീടായാല് ചില അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അനാവശ്യ ചെലവുകൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. അതിനെയാ നീ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നെ. പൂർണിമയുടെയും ഭാഗത്ത് തെറ്റുണ്ട്. എടുത്തടിച്ചതുപോലെ പറയാതെ സാവകാശം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. ഹാ, അതെങ്ങനെയമ്മേ? ഇവരോരോന്ന് പറയും, കുറച്ചു കഴിയുമ്പോ ഇവര് തന്നെ മാറ്റി പറയും. ചേച്ചിയുടെ മനസ്സിലിരിക്കുന്ന അർത്ഥം ഞാൻ എങ്ങനെ അറിയും? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഇതൊക്കെ ആരെങ്കിലും കേട്ട നാണക്കേടാവും. നാണക്കേട് എനിക്കും ഉണ്ട്. ഇപ്പോഴും ഇവര് പറഞ്ഞ വാക്കുകളെ എന്റെ ചെവിയിൽ മുഴങ്ങുക. എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഇവർ ഈ പണം വാങ്ങണം. ദാ വാങ്ങ്. അക്ഷിത, മതിയാക്ക്, നിർത്ത്. പ്രശ്നം വെറുതെ വലുതാക്കരുത്. നിങ്ങളിപ്പോ ഇത് വാങ്ങുന്നുണ്ടോ ഇല്ലയോ? അക്ഷിത, മതി. അശി വേണ്ട.